ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫിസിക്സും കെമിസ്ട്രിയുമാണ്. അതായത് 2025 ചോദിച്ചു, 2023, 2024 നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 വർഷത്തിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ഫിസിക്സ് കെമിസ്ട്രി സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് വരുന്ന ലാബ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ പ്യൂണിന്റെ എക്സാം വരുന്നുണ്ട്, അതേപോലെ ഡിഗ്രിയുടെ പ്രിലിംസ് വരുന്നുണ്ട്, പിന്നീട് അങ്ങോട്ടേക്ക് VFAയും ബെവ്കോയുടെ ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ, എക്സാംസ് എല്ലാം. അപ്പം അതിനെല്ലാത്തിനും പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു ക്ലാസ് ആയിരിക്കും ഇത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏത്? 5/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത്, ഏറ്റവും കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ ആണ്. എങ്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രാൻസിയം അതേപോലെ തന്നെ സീസിയം എന്നുള്ളവയാണ്. സീസിയം, ഫ്രാൻസിയം എന്നിവയാണ് എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഏതിനായിരിക്കും? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രാൻസിയത്തിനാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതൽ. അപ്പൊ പഠിച്ചു വെച്ചു, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഫ്ലൂറിനാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ അത് ഫ്രാൻസിയവും അതേപോലെ സീസിയം വരും. പിന്നെ ഏതാണ്? ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടിയതാണെങ്കിൽ അത് ഫ്രാൻസിയമാണ്. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീല് ഏത്? അലോയ് സ്റ്റീല ചോദിച്ചിരിക്കുന്നത് സ്ഥിരകാന്തങ്ങളാണ്. കാന്തം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? അൽനിക്കോ. എന്താണ്? അൽനിക്കോ. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് അൽനിക്കോ എന്ന് പറയുന്നതിൽ. അപ്പൊ എന്താണ്? അലോയ് സ്ഥിരകാന്തമാണെങ്കിൽ അത് അൽനിക്കോയാണ്. അൽനിക്കോ അതിൽ ചോദിക്കാറുണ്ട്. ഇപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ അൽനിക്കോയിൽ ഉൾപ്പെടാത്ത ആ ഒരു സങ്കരത്തിൽ, ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ഏതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അൽനിക്കോ ഇതാണ് അതിന്റെ. എങ്ങനെ എഴുതി നോക്കിയാൽ മതി, അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടും. എന്തൊക്കെയാണ്? അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കൊബാൾട്ട് ഉണ്ട്, പിന്നെ എന്തുണ്ട്? അയണും കൂടിയുണ്ട്. ഇത്രയും 4 കണ്ടന്റ്സ് ആണ് എന്തിലുള്ളത്? അൽനിക്കോയിലുള്ളത്. ഇനി അടുത്തത് എന്താണ്? നിക്രോം. നിക്രോമിൽ എന്താണ്? നിക്രോം എങ്ങനെയാണ് എഴുതേണ്ടത്? നിക്രോം ഇങ്ങനെയാണ് എഴുതേണ്ടത് അല്ലെ. അപ്പൊ എന്താണ്? നിക്കലുമുണ്ട്, അവിടെ എന്തുണ്ട്? ക്രോമിയവും ഉണ്ട്, പിന്നെ എന്താണുള്ളത്? അയണും കൂടി ഉണ്ടാകും. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടാകും? ഈ പറയുന്ന കാർബൺ ഉണ്ട്, കാർബൺ, പിന്നെ എന്താണ്? ക്രോമിയം, പിന്നെയുള്ളത് നിക്കൽ, പിന്നെയുള്ളത് അയൺ. കണ്ടോ? ക്രോമിയമാണ്. അതായത് ഈ പറയുന്ന ക്രോമിയം, നിക്കൽ, അയൺ എന്ന് പറയുന്ന നമ്മുടെ ക്രോമിയം ഉണ്ട്, നിക്കലുണ്ട്, അയൺ ഉണ്ട്. ഈ പറയുന്ന നിക്രോം, ഈ നിക്രോമിന്റെ കൂട്ടത്തിൽ എന്തും കൂടി ചേർക്കുമ്പോഴാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കിട്ടുന്നത്. കാർബണും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സ്റ്റെയിൻലെസ് സ്റ്റീൽ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ഏതാണെന്ന് നോക്കിക്കേ. അടുത്ത പറയുന്നത് വെങ്കലമാണ്. വെങ്കലം എന്ന് പറയുന്ന ഓട് അല്ലെങ്കിൽ ബ്രോൺസ് എന്നൊക്കെ പറയും, അതാണ് വെങ്കലം അല്ലെ. ബ്രോൺസ് മെഡൽ എന്നൊക്കെ പറയത്തില്ലേ. അപ്പൊ വെങ്കലത്തിൽ എന്തൊക്കെയാണുള്ളത്? കോപ്പർ ഉണ്ട്, അതേപോലെ തന്നെ ടിന്നുണ്ട്. ടിന്നിൻ്റെത് SN എന്നാണ് ടിന്ന് എഴുതേണ്ടത്, ടിന്ന്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വെങ്കലത്തില്? കോപ്പറും ടിന്നുമാണ് എങ്കിൽ പിച്ചള എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാസിൽ എന്തൊക്കെയാണുള്ളത്? കോപ്പർ ഉണ്ട്, സിങ്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നിക്രോം എന്ന് പറയുമ്പോൾ നിക്കല്, ക്രോമിയം, അയൺ ആണ്. ഇതിന്റെ കൂട്ടത്തിൽ കാർബണും കൂടി കൂടിച്ചേർക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ട് മാറും. അൽനിക്കോ ആണെങ്കിൽ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ ആണ്. വെങ്കലമാണെങ്കിൽ അഥവാ ബ്രോൺസ് ആണെങ്കിൽ എന്താണ്? കോപ്പറും അതേപോലെ ടിന്നുമാണ്. ഇനി ബ്രാസ് ആണെങ്കിലോ കോപ്പറും അതേപോലെ സിങ്കുമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോ പ്ലാസ്റ്റിക് അല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്ലാസ്റ്റിക്കുകളെ മെയിൻ ആയിട്ട് നമ്മൾ രണ്ടായിട്ടാണ് തിരിക്കുന്നത്. എന്തൊക്കെയാണ്? തെർമോ പ്ലാസ്റ്റിക്കുമുണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകളുമുണ്ട്. ഓക്കെ, അതായത് തെർമോസെറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഓൾറെഡി സെറ്റ് ആയതാണ്. നമ്മൾ അതിനെ ഇനി എന്താണ്? നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് സെറ്റായി പോകും, പിന്നെ അതിനെ മാറ്റം വരുത്താനൊന്നും പറ്റില്ല. തെർമോ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂടാക്കി നമുക്ക് അതിനെ മാറ്റം വരുത്താൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തെർമോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ തെർമോ പ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. ഇവിടുത്തെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ബേക്കലൈറ്റ് എന്ന് പറയുന്നത്
തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് എന്താണ്? തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ എന്നിവ. പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, നൈലോൺ എന്നിവയൊക്കെ എന്താണ്? തെർമോപ്ലാസ്റ്റിക് ആണ്. ഇനി അതേപോലെ തെർമോസെറ്റിംഗ് ആണെങ്കിൽ ബേക്കലൈറ്റും വരും. അതേപോലെ ഒന്നും കൂടി ഉണ്ട്, എന്താണ്? മെലാമിൻ ഫോർമാൽഡിഹൈഡ്. ഒന്ന് പഠിച്ചു വെക്കണേ, മെലാമിൻ ഫോർമാൽഡിഹൈഡ്. മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിനും കൂടി ഉണ്ട്. ബേക്കലൈറ്റും അത് രണ്ടുമാണ് തെർമോസെറ്റിംഗ് ആയിട്ട് വരുന്നത്. ഇനി കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഇതിന്റെ, അതായത് തെർമോസെറ്റിംഗ് ആണെങ്കിൽ അവിടെ എന്താണ്? അത് ക്രോസ് ലിങ്കഡ് പോളിമർ ആയിരിക്കും. തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ അത് എന്താണ്? ഇങ്ങനെ ക്രോസ് ലിങ്കഡ് ആയിരിക്കും കേട്ടോ. പോളിമർ എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം തമ്മിൽ എന്താണ്? ക്രോസ് ലിങ്കഡ് പോളിമർ ആയിരിക്കും. ഇനി തെർമോപ്ലാസ്റ്റിക് ആണെങ്കിലോ, തെർമോപ്ലാസ്റ്റിക് ആണെങ്കിൽ അത് എന്തായിരിക്കും? ലീനിയർ പോളിമർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ലീനിയർ ആയിരിക്കും. മറ്റേത് ക്രോസ് ലിങ്കഡ് ആയിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബേക്കലൈറ്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് എന്തെന്ന് പറയുന്നത്? ബേക്കലൈറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് എന്ത്? ബേക്കലൈറ്റ്. ഓക്കെ, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ലയിക്കുന്ന ഒരു പദാർത്ഥമുണ്ട്. അതെന്താണ്? അത് നമ്മുടെ ക്ലോറോഫോം ആണ്. ക്ലോറോഫോം ആണെങ്കിൽ എന്താണ്? അത് പ്ലാസ്റ്റിക് ലയിക്കുന്നതാണ്. ഇനി അതേപോലെ പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസറിന് കാരണമായ ഒരു വാതകമുണ്ട്. അതിന്റെ പേരെന്ത്? അതാണ് ഡയോക്സിൻ. ഡയോക്സിൻ. അപ്പൊ എന്താണ് ഡയോക്സിൻ എന്ന് പറയുന്നത്? പറയുന്ന പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തേക്ക് വരുന്ന ക്യാൻസറിന് കാരണമായതാണ്. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെയാ പറഞ്ഞത്? പ്ലാസ്റ്റിക്കുകൾ മെയിനായിട്ട് 2 തരമാണുള്ളത്. തെർമോപ്ലാസ്റ്റിക്കും ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും ഉണ്ട്. തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമുക്കതിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ചൂടാക്കി നമുക്ക് പല പല ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് പറ്റും. തെർമോസെറ്റിംഗ് ആണെങ്കിൽ എന്താ? അത് സെറ്റായി പോയതാണ്. അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റില്ല? മാറ്റാൻ പറ്റില്ല. ഈ ബേക്കലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ച് ബോർഡ്, അതേപോലെ പ്ലഗ്, ബട്ടൺ, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. തെർമോസെറ്റിങ്ങിനുള്ള മറ്റൊരു എക്സാമ്പിൾ ആണ് മെലാമിൻ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോട്ടോണിന് ആ പേര് നൽകിയത്, പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ് അല്ലെ? റുദർഫോർഡ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെയാണിത് നമ്മൾ കോഡ് വെച്ച് പഠിക്കുന്നത്? പെൻ RTC, ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്? പെൻ RTC. പ്രോട്ടോൺ ആണെങ്കിൽ റുദർഫോർഡ്, ഇലക്ട്രോൺ ആണെങ്കിൽ JJ തോംസൺ, ന്യൂട്രോൺ ആണെങ്കിൽ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇനി നമുക്ക് എന്തൊക്കെയാ അവിടെ കൂട്ടത്തിൽ പറയാനുള്ളത്? ആറ്റം. ആരാണ് ആറ്റം കണ്ടെത്തിയത്? ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആരാണ്? പ്ലം പുഡിംഗ് മോഡൽ ആണെങ്കിൽ അത് JJ തോംസൺ ആണ്. JJ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവരുന്നത്. ഇനി അതേപോലെ തന്നെ സൗരയൂഥ മാതൃക, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അഥവാ പ്ലാനറ്ററി മോഡൽ, അതാരാണ് കൊണ്ടുവരുന്നത്? അത് റുദർഫോർഡ് ആണ് പ്ലാനറ്ററി മോഡൽ കൊണ്ടുവരുന്നത്. ഇനി വേവ് മെക്കാനിക്സ് മാതൃകയുണ്ട്. വേവ് മെക്കാനിക്സ് മാതൃക അതാരാണ് കൊണ്ടുവരുന്നത്? അത് ഇർവിൻ ഷ്രോഡിംഗർ ആണ്. ഇർവിൻ ഷ്രോഡിംഗർ. അതേപോലെ തന്നെ അനിശ്ചിതത്വ സിദ്ധാന്തം, ഈ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുന്നതാണ് അനിശ്ചിതത്വ സിദ്ധാന്തം. അനിശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതാരാണ്? അത് ഹെയ്സൻബർഗ് ആണ്. എന്താണ്? ഹെയ്സൻബർഗ്. ഓക്കെ, അപ്പൊ പ്രോട്ടോണിന് പേര് നൽകിയത് ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് JJ തോംസൺ. അതേപോലെ ആരാണ്? ന്യൂട്രോൺ ആണെങ്കിൽ ജെയിംസ് ചാഡ്വിക് ആണ്. അതേപോലെ ആറ്റം ആണെങ്കിൽ ജോൺ ഡാൾട്ടൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ആണെങ്കിൽ JJ തോംസൺ. സൗരയൂഥ മാതൃക റുദർഫോർഡ്. വേവ് മെക്കാനിക്സ് മോഡൽ ആരാണ്? ഇർവിൻ ഷ്രോഡിംഗർ. അനിശ്ചിതത്വ സിദ്ധാന്തം അഥവാ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആരാണ്? ഹെയ്സൻബർഗ് ആണ്. LPGയിലെ മുഖ്യ ഘടകം, ഇത് PSC ക്യാൻസൽ ചെയ്തു. കാര്യം LPGയിലെ മുഖ്യ ഘടകം ചോദിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ബ്യൂട്ടൈൻ ആണ് തരാറ്. ബ്യൂട്ടൈനും പ്രൊപ്പൈനും LPGയിലെ ഘടകമാണ്.
സാധാരണ ഈ പ്രൊപ്പൈനുള്ള ഒരു ഓപ്ഷൻ വരാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ബ്യൂട്ടൈനും പ്രൊപ്പൈനും എന്താണ്, LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അല്ലെ. ഞാനത് കോഡ് വെച്ചൊക്കെ പറഞ്ഞിരുന്നു. എന്താണ്, നമ്മുടെ വീടുകളിലൊക്കെ ബ്യൂട്ടി കൂട്ടാനാണ് അല്ലെ നമ്മൾ LPG ആക്കിയത്. അടുക്കളയിലെ കരിയും പുകയൊക്കെ മാറി അടുക്കള ബ്യൂട്ടി കൂട്ടാനാണ് LPG കൊണ്ടുവന്നത്. അപ്പൊ എന്താണ്, ബ്യൂട്ടൈൻ ആണ് LPG എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മീഥേനിൽ എന്തൊക്കെയാണ് വരുന്നത്, നമ്മുടെ ഗോബർ ഗ്യാസ്, അതേപോലെ ബയോഗ്യാസ് ഇല്ല, അതായത് നമ്മൾ മീതെ അല്ലേ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ബയോഗ്യാസ് പ്ലാന്റ് ആണെങ്കിൽ അതിന്റെ മീതെ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ഗ്യാസ് ഉണ്ടാക്കുന്നത്. അപ്പൊ മീഥെയിൻ. അതേപോലെ മാർഷ് ഗ്യാസ്, ചതുപ്പ് വാതകം എന്നൊക്കെ അറിയപ്പെടുന്നത് മീഥെയിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്, അതായത് V-U/T. അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം. ആദ്യപ്രവേഗമാണ് U, അന്ത്യപ്രവേഗമാണ് V. ഡിവൈഡ് ബൈ ടൈം ആണ് എന്ത്, പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ പറയുന്ന പേരാണെന്ത്, ത്വരണം എന്നുള്ളത്. അതിന്റെ യൂണിറ്റ് എന്താണ്, യൂണിറ്റ് എന്ന് പറയുന്നത് m/s² ആണ്. ഇനി ഇതേപോലെ ഈ പ്രവേഗമാറ്റം എന്ന് പറയുന്നത് കുറയുകയാണെങ്കിൽ, പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് കുറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേര് റിട്ടാർഡേഷൻ അഥവാ മന്ദീകരണം എന്ന് പറയും. ത്വരണം അല്ല, മന്ദീകരണം. അപ്പൊ അവിടെ എന്താണ്, അതിന്റെ യൂണിറ്റും എന്താണ്, m/s². ആണ്. പ്രവേഗമാറ്റം തന്നെയാണ്, അത് കുറയുമ്പോൾ അതിന് പറയുന്ന പേരെന്താണ്, മന്ദീകരണം അഥവാ റിട്ടാർഡേഷൻ ആണ്. ബലത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്, ന്യൂട്ടൺ ആണ് ബലത്തിന്റെ യൂണിറ്റ്. ബലത്തിന്റെ SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബലത്തിന്റെ CGS യൂണിറ്റ് എന്ത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ബലത്തിന്റെ CGS യൂണിറ്റ് ആണ് ഡൈൻ എന്ന് പറയുന്നത്, ഡൈൻ. ഇനി അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ബലത്തിന് 1 ന്യൂട്ടൺ എന്നുള്ളത് ഡാഷ് ഡൈൻ ആണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. 1 ന്യൂട്ടൺ = ഡാഷ് ഡൈൻ. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. എത്രയാണ്, 10⁵ ഡൈനെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ബലത്തിന്റെ CGS യൂണിറ്റ് ആണ് ഡൈൻ, SI യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഒരു വസ്തുവിന് അതിന്റെ ചലനം മൂലം ലഭ്യമാകുന്ന ഊർജം, ചലനമാണെങ്കിൽ എന്താണ്, ഗതികോർജമാണ് അല്ലെ, ഗതികോർജം. സ്ഥാനം മൂലമാണെങ്കിൽ എന്താണ്, അത് സ്ഥിതികോർജമാണ്. ചലനം മൂലം ഉണ്ടാകുന്ന ഊർജമാണ് ഗതികോർജം. ഇതിൽ ഗതികോർജം എന്ന് പറയുമ്പോൾ എന്താണ്, കൈനറ്റിക് എനർജി ½mv². ചോദിച്ചിട്ടുണ്ട്. എന്താണ്, ഇക്വേഷൻ ആയിട്ടല്ല ചോദിക്കുന്നത്. ചിലപ്പോൾ എന്താണ്, മാസ് ഇരട്ടിയാക്കിയാൽ എത്രയാകും, വെലോസിറ്റി പകുതിയാക്കിയാൽ എത്രയാകും എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം കേട്ടോ അത് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഞാൻ കുറെ ക്ലാസ്സുകളിൽ അത് വിശദീകരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇവിടെ പറയുന്നത് മറ്റൊന്നാണ്, എന്താ ഇതിനെ സ്വാധീനിക്കുന്ന, ചിലപ്പോൾ ചോദിക്കുന്ന എങ്ങനെയായിരിക്കും, വസ്തുവിന്റെ ഗതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കണം, പിണ്ഡം അല്ലെ, മാസും അതേപോലെ തന്നെ എന്താണ്, പ്രവേഗം വെലോസിറ്റി. ഈ രണ്ട് കാര്യങ്ങളാണ് കൈനറ്റിക് എനർജിയെ എഫക്ട് ചെയ്യുന്നത്. എങ്കിൽ ചോദിക്കാം, പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ്, സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ mgh. m എന്ന് പറയുമ്പോൾ എന്താണ്, മാസ്. g എന്ന് പറയുമ്പോൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. h എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈറ്റ്. ഇത് മൂന്നുമാണ് സ്ഥിതികോർജത്തെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത്. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന, വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. സൗരോർജം, അതേപോലെ തന്നെ കാറ്റ്, ഇതെല്ലാം എന്താണ്, നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. അപ്പൊ അവയിൽ നിന്നല്ലാത്ത എല്ലാ എനർജി ഫോമും നമുക്ക് എന്ത് പറയാം, ബ്രൗൺ എനർജി. ന്യൂക്ലിയർ എനർജി ഒക്കെ എന്തായിട്ട് പറയാം, ബ്രൗൺ എനർജി ആയിട്ട് പറയാം. അപ്പൊ ആറ്റോമിക് റിയാക്ടർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഈ ഗ്രീൻ എനർജിയെ പറയുന്നതാണ് ഹരിതോർജം അഥവാ ക്ലീൻ എനർജി എന്നൊക്കെ തന്നെ പറയും കേട്ടോ. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗമേത്, സോണാറിൽ എന്ത് തരംഗമാണ് ഉപയോഗിക്കുന്നത്, അൾട്രാസോണിക് ആണ്. അൾട്രാസോണിക്കും ഇൻഫ്രാസോണിക് തരംഗങ്ങളുമുണ്ട്. അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 20,000 ഹെർട്സിൽ മുകളിലുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും പറയുന്നുണ്ട്. അൾട്രാസോണിക് ആണെങ്കിൽ നമുക്കറിയാം എന്തൊക്കെയാണ്, വവ്വാല് അതേപോലെ തന്നെ ഡോൾഫിൻ, ഇതൊക്കെ എന്താണ്, അൾട്രാസോണിക് ആണ്. എങ്കിൽ ഇൻഫ്രാസോണിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നമ്മുടെ ആന ഇൻഫ്രാസോണിക് ശബ്ദമാണ് പുറപ്പെടുവിക്കുന്നത്. തിമിംഗലം,
ആന, തിമിംഗലം, അതേപോലെ ജിറാഫ് മുതലായവ ഇൻഫ്രാസോണിക് സൗണ്ടാണ് പുറപ്പെടുവിക്കുന്നത്. അതേപോലെ മറ്റൊന്നാണ് ഭൂകമ്പം, അതേപോലെ അഗ്നിപർവ്വതം. ഭൂകമ്പം നടക്കുമ്പോഴും അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുമ്പോഴൊക്കെ ഉണ്ടാകുന്നത് ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. അപ്പൊ കടലിന്റെ ആഴം അളക്കുന്നത് സോണാർ ഉപയോഗിച്ചാണ്. അതിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? അൾട്രാസോണിക് ആണ്. 20,000 ഹെഡ്സിന് മുകളിലുള്ളതിനെയാണ് അൾട്രാസോണിക് എന്നും 20 ഹെഡ്സിൽ താഴെയുള്ളതിനെ ഇൻഫ്രാസോണിക് എന്നും പറയുന്നു. വവ്വാലും ഡോൾഫിനും അൾട്രാസോണിക് ആണെങ്കിൽ ആനയും തിമിംഗലവും ജിറാഫും ഭൂകമ്പം ഉണ്ടാകുമ്പോഴും അഗ്നിപർവ്വതം ഉണ്ടാകുമ്പോഴും എന്താണ്? ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവൃത്തി സംഭവിക്കുന്ന ചില സന്ദർഭങ്ങൾ നൽകിയിരിക്കുന്നു. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. മുകൾ തന്നിരിക്കുന്നവ പരിശോധിച്ച് തന്നിരിക്കുന്നവയിൽ ഒന്ന് മാത്രമാണ് പോസിറ്റീവ്. അപ്പൊ എന്താ, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. ഒരു കല്ല് മുകളിലേക്ക് എറിയാണ് അല്ലെ. ഈ കല്ല് ഞാൻ മുകളിലേക്ക് എറിയുമ്പോൾ ഇതാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലം എങ്ങോട്ടേക്കായിരിക്കും? താഴേക്കായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ എന്ത് പ്രവൃത്തിയാണത്? ഒന്ന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ അത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് പ്രവൃത്തിയായിരിക്കും. ഇനി ആ കാര്യം ഒന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചു മാറ്റുമല്ലേ, നെഗറ്റീവ് എഫക്റ്റാ കൊടുക്കുന്നത്. തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ നമുക്കറിയാം ഇവിടെ തെങ്ങുണ്ട്, ഈ തെങ്ങിൽ നിന്ന് തേങ്ങ താഴേക്ക് വീഴുവാണ് അല്ലെ. ഈ തേങ്ങ താഴേക്ക് വീഴുമ്പോൾ ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? ഈ തേങ്ങയെ താഴേക്ക് വലിക്കുന്നുണ്ട്. രണ്ടും ഒരേ ഡയറക്ഷൻ ആണ്. അപ്പൊ അതെന്താണ്? അത് പോസിറ്റീവ് പ്രവൃത്തിയാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുന്നു. ഞാൻ ഇവിടെ നിന്നിട്ട് ഞാൻ ഈ കല്ല് മുകളിലേക്ക് ഞാൻ എറിയുവാണ്. നാം പ്രയോഗിക്കുന്ന ബലം, ഞാൻ ആ കല്ലിലേക്ക് കൊടുക്കുന്ന ബലവും എന്തായിരിക്കും? മുകളിലോട്ട് തന്നെയായിരിക്കും. അപ്പൊ ഇതും എന്താണ്? പോസിറ്റീവ് പ്രവൃത്തിയാണ് അല്ലെ. അപ്പൊ എന്താണ് നമുക്ക് കിട്ടിയത്? 2ഉം 3ഉം പോസിറ്റീവ് ആണ്. തന്നിരിക്കുന്നവയിൽ ഒന്ന് മാത്രമാണ് പോസിറ്റീവ്, ഒന്ന് നെഗറ്റീവ് ആണ്, വെട്ടിക്കളഞ്ഞു. തന്നിരിക്കുന്നവയിൽ 3 മാത്രമാണ് പോസിറ്റീവ് അല്ല, തന്നിരിക്കുന്നവയിൽ 2ഉം 3ഉം മാത്രമാണ് എന്താ? പോസിറ്റീവായ സന്ദർഭങ്ങൾ. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആയിട്ട് വരേണ്ട ആൻസർ എന്ന് പറയുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ എഫിലും പിക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സ്വഭാവം എന്താണ്? ഇതാണ് നമ്മുടെ കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ അക്ഷം അല്ലെ. ഇതാണ് അതിന്റെ പി എന്ന് പറയുന്നത്. ഇതിലൂടെ അതിന്റെ ഫോക്കസ്, ഇതിന്റെ ഇടക്ക് വെച്ചിരിക്കുന്ന ഇമേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇതിന്റെ സി വരും, സെന്റർ ഓഫ് കർവേച്ചർ വരും. ഇതാണ് ഈ ഒബ്ജക്റ്റ് എങ്കിൽ ഇവിടെ എന്താണ്? ഇങ്ങനെ ആയിരിക്കും ഇമേജ് വരുന്നത്. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം ഉണ്ടാകുന്നത് ഇവിടെ ആയിരിക്കും കൂട്ടിമുട്ടുന്നത് കേട്ടോ. ഇങ്ങനെയാണിത് കൂട്ടിമുട്ടുന്നത്. അപ്പൊ എന്താണിത്? ഇത് നിവർന്ന പ്രതിബിംബമായിരിക്കും കിട്ടുന്നത്. മിററിന്റെ അപ്പുറം ആയതുകൊണ്ട് തന്നെ അത് മിഥ്യാ പ്രതിബിംബമാണ്, വസ്തുവിനേക്കാൾ വലുതാണ്. അപ്പൊ കോൺകേവ് ദർപ്പണത്തിൽ എഫിനും പിക്കും ഇടയിലാണ് വസ്തു വെച്ചിരിക്കുന്നതെങ്കിൽ വസ്തു എന്തായിരിക്കും? അതായത് പ്രതിബിംബം എന്ന് പറയുന്നത് വസ്തുവിനേക്കാൾ വലുതായിരിക്കും, മിഥ്യയായിരിക്കും, നിവർന്നതായിരിക്കും. മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെഡ്സ് മുതൽ 2000 ഹെഡ്സ് വരെ. കണ്ടോ, എല്ലാം ഒരു ചെറിയൊരു മിസ്റ്റേക്കിന്റെ ഇതിലാണ് വന്നിരിക്കുന്നത്. തെറ്റാണ്. 2 ഹെഡ്സ്, ഇതും തെറ്റാണ്. 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ കൺവേർഷൻ ആണ് പറയുന്നത്. ഫാരൻഹീറ്റ് ടു സെൽഷ്യസ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഫാരൻഹീറ്റ് സെൽഷ്യസിലോട്ട് മാറ്റണം. അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? അതിനെ കെൽവിനിലോട്ട് മാറ്റാനുള്ളത്. അപ്പൊ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ ശരീരത്തിന്റെ താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് 310 കെൽവിൻ ആണ്. 310.15 കെൽവിൻ ആണ്. ഓക്കെ, ഇത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. 37 ഡിഗ്രി സെൽഷ്യസ് 98.6 നമ്മുടെ ശരീരത്തിന്റെ താപനിലയല്ലേ. ശരീര താപനില ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ശരീരത്തിന്റെ താപനില ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്രയാണ്, സെൽഷ്യസിൽ എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കിക്കേ, 98.6 ആണെങ്കിൽ 310 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം അടുത്ത് തന്നെയല്ലേ വരേണ്ടത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
ഓക്കെ, ഇനി ഇതിനെ എങ്ങനെയാണ് ഇതിനെ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 98 ഡിഗ്രി ഫാരൻഹീറ്റിനെ നമുക്ക് ആദ്യം സെൽഷ്യസിലോട്ട് മാറ്റണം. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് ഇക്വേഷൻ എന്താണ്? F-32 ഇൻറ്റു 5/9. 5/9 ആണ് എന്ത്? സെൽഷ്യസിനെ ഫാരൻഹീറ്റിലോട്ട് മാറ്റാനുള്ളത്. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാം. തിരിച്ചാണ്, ഫാരൻഹീറ്റിൽ തന്നിരിക്കുന്നതിനെ സെൽഷ്യസിലോട്ട് മാറ്റാനുള്ളത്. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 98 ഫാരൻഹീറ്റ് ആണ്. -32 ഇൻറ്റു 5/9 എന്ന് വരും. 98 - 32 എന്ന് പറയുമ്പോൾ 66 ഇൻറ്റു 5/9. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. 3 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ 22ഉം ഇവിടെ 3ഉം വരും. 22 ഇൻറ്റു 5 എന്ന് പറയുന്നത് 110 ഡിവൈഡ് ബൈ 3 എന്ന് വരും. 110/3 എന്ന് പറയുന്നത് 36.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യണം? സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റണം. സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 36.6നെ എന്ത് ചെയ്യണം? 273.15 കൊണ്ട് കൂട്ടിയാൽ മതി. അതായത് സെൽഷ്യസിനെ കെൽവിനിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ എന്താണ്? C+273.15 ആണ് ഇക്വേഷൻ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഏകദേശം 309.75 ആണ്. അപ്പൊ അപ്രോക്സിമേറ്റിൽ എന്ത് വരും? 310 ആണ് വരേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. കൺവേർഷൻ ഒക്കെ നോക്കിയിട്ട് പോവുക. എല്ലാം സെൽഷ്യസ് ടു ഫാരൻഹീറ്റ്, ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് എല്ലാം നന്നായിട്ടൊന്ന് നോക്കിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. ചലനവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ സമവാക്യം. ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് വരുന്നത് നോക്കിക്കേ. ആൻസർ വരുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചലന സമവാക്യങ്ങളാണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? ഫസ്റ്റ് ചലന സമവാക്യം എന്ന് പറഞ്ഞാൽ V = U + AT. ഇവിടെ തന്നിരിക്കുന്നത് ST ആണ്. സോ ഇതല്ല. അടുത്ത എന്താണ് വരേണ്ടത്? S = UT + ½ AT² എന്നാണ് ഇക്വേഷൻ. അപ്പൊ ഇതുമല്ല. നെക്സ്റ്റ് എന്താ നമുക്കറിയാവുന്നത്? V² = U² + 2AS എന്നാണ്. അതുകൂടെ തന്നിട്ടില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഈ യുവിനെയും ബിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? U² = V² - 2AS എന്ന് കിട്ടും. അപ്പൊ ഇക്വേഷൻ ഏതാണ്? ശരിയായ സമവാക്യം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരേണ്ടത്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന ഊർജ പരിവർത്തനം എന്താണെന്ന്? പെട്രോൾ കാറാണ്. പെട്രോൾ കാർ ആവുമ്പോൾ അവിടെ എന്താണ്? രാസോർജം എന്തായിട്ടാണ് മാറുന്നത്? ഗതികോർജമായിട്ട് മാറുന്നു. അല്ലെ, കാറിന്റെ ചലനത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ രാസോർജം ഗതികോർജമായിട്ട് മാറുന്നു. സൂര്യഗ്രഹണത്തിന് കാരണമാകുന്ന ശരിയായ ക്രമം സൂര്യഗ്രഹണമാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? സൂര്യഗ്രഹണം ആയിക്കോട്ടെ ചന്ദ്രഗ്രഹണം ആയിക്കോട്ടെ, ആദ്യം വേണ്ടത് നമുക്ക് ആരാണ്? സൂര്യനാണ് വേണ്ടത്. പിന്നെ പറയുന്നത് ചന്ദ്രനും ഭൂമിയും തമ്മിലാണ് മാറ്റം വരേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വേണം? ഇവിടെ നമുക്ക് വേണ്ടത് ചന്ദ്രനാണ്. ഇവിടെ എന്ത് വേണം? ഭൂമി വേണം. ഓക്കെ, അതായത് ഈ പറയുന്ന ചന്ദ്രന്റെ നിഴല് കാരണം ഇവിടെ എന്താ? നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. അപ്പൊ എന്താണ്? ചന്ദ്രൻ നടുക്ക് വരണം, എങ്കിലാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അപ്പൊ എന്താണ്? ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരണം. അപ്പൊ എന്താണ്? സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരണം? ചന്ദ്രൻ വരണം. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. ചന്ദ്രഗ്രഹണമാണെങ്കിലോ ഇവിടെയാണ് എർത്ത് വരേണ്ടത്, ഇവിടെയാണ് എന്ത്? മൂണ് വരേണ്ടത്. ഓക്കെ, ചന്ദ്രഗ്രഹണമാകുമ്പോൾ നടുക്ക് ആര് വരണം? എർത്ത് വരണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഹൈഡ്രജന്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. ഇത് ശരിയാണ്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു. ഇത് തെറ്റാണ്. ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. H2 അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇതും ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് 1ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഇവിടെ എന്താണ്? തെറ്റല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏതാണ്? തന്നിരിക്കുന്നവയിൽ 2 മാത്രമാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? അത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജനെ കണ്ടെത്തിയത്. അദ്ദേഹം പറയുന്നത് ഹൈഡ്രജൻ കത്തുന്ന വായു എന്നാ പറയുന്നത്. കത്തുന്ന വായു. എങ്കിൽ ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? പേര് നൽകിയത് ലാവോസിയ ആണ്. ലാവോസിയ. അതേപോലെ തന്നെ ഓക്സിജനും പേര് നൽകുന്ന ലാവോസിയാണ്.
ഇനി ജലം ഉൽപ്പാദിപ്പിക്കുന്നത്, അതാണ് അതിന്റെ മീനിങ്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആസിഡുകളിൽ കാണപ്പെടുന്ന പൊതുവായ ഘടകം ഏത് ചോദിക്കാറുണ്ട്, ഏതാണ്? അത് നമ്മുടെ ഹൈഡ്രജൻ ആണ്. പിന്നെ ചോദിക്കുന്നത് ലോഹങ്ങളും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രൊട്ടിയം ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്, ട്രിഷ്യം ഉണ്ട്. പ്രൊട്ടിയത്തിന് എന്താണ് പ്രത്യേകത? ന്യൂട്രോണുകൾ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് പ്രൊട്ടിയം എന്ന് പറയുന്നത്. ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ എണ്ണം 1 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ്. ട്രിഷ്യം എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ എണ്ണം 2 ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ട്രിഷ്യം എന്ന് പറയുന്നത്. പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം മൂന്നും എന്താണ്? ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് ഐസോട്ടോപ്പുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ എല്ലാം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്താണ് ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ? ഒരേ ആറ്റോമിക നമ്പരും എന്താണ്? വ്യത്യസ്ത മാസ് നമ്പരും. വ്യത്യസ്ത മാസ് വേറെയാണ് അല്ലെ, ടോപ്പ് മാസ് ആണെന്ന്. അപ്പൊ എന്താണ്? വ്യത്യസ്ത മാസ് നമ്പരും ഒരേ ആറ്റോമിക നമ്പരുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് എന്ത് പറയുന്നത്? ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഒരേ മൂലകത്തിന്റെ ആയിരിക്കണം, അതിനെയാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ആറ്റോമിക സംഖ്യ 8 മൂലകമാണ് ഓക്സിജൻ. ഓക്സിജന്റെ ആറ്റോമിക നമ്പർ എത്രയാണ്? 8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ സഞ്ചാരം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വേഗത്തിൽ എപ്പോഴും എവിടെയാണ്? ഖരമാണ്. അതിങ്ങനെയാണ് അതിന്റെ ഓർഡർ: ഖരം, ദ്രാവകം, പിന്നെന്താണ്? വാതകം. ഈ ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ശബ്ദം സഞ്ചരിക്കുന്നത്. അതായത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്താൻ. പ്രവൃത്തി, ഊർജം, താപോർജം, ഇതിന് മൂന്നിന്റെയും യൂണിറ്റ് എന്താണ്? ജൂളാണ്. ജൂൾ. അപ്പൊ ഏതാണ്? പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഏതിനാണ്? ജൂളിനാണ്. അതേപോലെ മർദ്ദമാണെങ്കിൽ എന്താണ്? അത് പാസ്കലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ബലമാണെങ്കിൽ എന്താണ്? ബലം ന്യൂട്ടൺ. ഓക്കെ. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് അവിടെ പ്രയോജനപ്പെടുക? സ്റ്റോറേജ് ബാറ്ററിയാണ് പറയുന്നത്. അവിടെ ഏതായിരിക്കും? അത് രാസഫലമാണ്. രാസഫലം. ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ് ചന്ദ്രനിലേത്? 1.62 m/s² ആണ്. ഇതാണെങ്കിൽ ഭൂമിയിലേത് 9.8. ഭൂമിയിലെയും 1.62 ആണെങ്കിൽ അത് ചന്ദ്രനിലേതുമാണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ഏതാണ്? പ്ലം പുഡിംഗ് മോഡൽ ആരാണ്? ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡൽ സൗരയൂഥ മാതൃക ആരുടേതാണ്? അത് റുദർഫോർഡിന്റേതാണ്. നമ്മൾ പറഞ്ഞതാണ് അല്ലെ ഇതൊക്കെ ആദ്യമേ. ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന പ്രവർത്തനം എന്ത്? മൈക്രോഫോണിൽ നടക്കുന്നത് ഏതാണ്? ശബ്ദോർജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജമായിട്ട് മാറുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും സദിശ അളവ് കണ്ടെത്താൻ. സദിശമാണ് പറഞ്ഞിരിക്കുന്നത്. സദിശ അളവ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ് വരേണ്ടത്. പ്രവേഗം, അതേപോലെ തന്നെ സ്ഥാനാന്തരം, പിന്നെന്താണ്? ത്വരണം, ബലം, ഇതെല്ലാം എന്താണ്? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. അതിശമാണെങ്കിൽ വേഗം, സമയം, ദൂരം, അതേപോലെ വിസ്തീർണം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ സദിശ അളവുകൾക്ക് ഉദാഹരണങ്ങളാണ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എന്ത്? ടാർട്രസിൻ എന്ന് പറയുന്നത്. മഞ്ഞ ടാർട്രസിൻ. ഓക്കെ. എറിത്രോസിൻ ആണെങ്കിൽ എന്താണ്? ചുവപ്പ് നിറമാണെങ്കിൽ അത് എറിത്രോസിൻ ആണ്. ഇൻഡിഗോ കാർമൻ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? അത് നീല നിറമായിരിക്കും. വാനിലിൻ എന്തിനാണ്? രുചി കൂട്ടാനാണ് വാനിലിൻ ഉപയോഗിക്കുന്നത്, രുചി കൂട്ടാൻ. ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ എന്തിൻ്റെതാണ്? സിംഗർ. പീരിയഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആ ഒരു ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാകും. കാര്യം ഒരു 4-5 തവണ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ. അല്ലാതെ തന്നെ ഒത്തിരി തവണ ആ ക്വസ്റ്റ്യൻ കയറി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ തന്നെ ഉൾപ്പെടുത്തിയതിൽ തന്നെ ഉണ്ട് ഒരു 4-5 തവണ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നത്.
ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? കെ കാണുമ്പോൾ കാൽഷ്യം ആണെന്ന് വിചാരിക്കരുത്. അതെന്തിൻ്റെതാണ്? പൊട്ടാസ്യത്തിൻ്റെതാണ് കെ. കാൽഷ്യം എന്താണ്? Ca ആണ്. കാഡ്മിയം Cd ആണ്. സോഡിയം Na, നാട്രിയം എന്ന വേർഡിൽ നിന്നാണ് സോഡിയത്തിന് Na എന്ന പേര് വരുന്നത്. പിന്നെന്താണ് നമുക്ക് വെറൈറ്റി ആയിട്ട് വരുന്നത്? ആന്റിമണി. എന്താണ് ആന്റിമണിക്ക് വരുന്നത്? Sb. അതേപോലെ ടിൻ എന്താണ്? Sn ആണ് ടിന്ന് വരുന്നത്. ലെഡിന്റെ ഇതെന്താണ്? പ്രതീകം എന്താണ്? Pb. അതേപോലെ തന്നെ മെർക്കുറി എന്താണ്? മെർക്കുറി ആണെങ്കിൽ അത് Hg ആണ്. പിന്നെന്താണ്? ഇരുമ്പ് ആണെങ്കിൽ എന്താണ്? Fe ആണ്. ഓക്കെ. കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണത്? അത് കാൽഷ്യം കാർബണേറ്റ് രൂപം കൊള്ളുന്നതുകൊണ്ടാണ് ആ ഒരു തിളക്കം ഉണ്ടാകുന്നത് കേട്ടോ. ഒന്ന് പഠിച്ചു വെച്ചേക്കെ. റയറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താണ് കാൽഷ്യം കാർബണേറ്റ്? കുമ്മായം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. പക്ഷെ അതൊരു ക്വസ്റ്റ്യൻ അവർ എന്ത് ചെയ്യുന്നുള്ളൂ? ഒന്ന് മാറ്റി ചോദിച്ചിട്ടുണ്ട്. ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇരുമ്പെന്ന് പറയുന്ന ഒരു ലോഹമാണ്. അതിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുമ്പോൾ എന്തായാലും നമുക്കറിയാം ലോഹവും ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഇരുമ്പും എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും കൂടി കൂടിച്ചേരുമ്പോൾ എന്തുണ്ടാകും? ഹൈഡ്രജൻ ലിബറേറ്റും ചെയ്യും. അതേപോലെ അയൺ എന്തുണ്ടാകും? ക്ലോറൈഡും ഉണ്ടാകും. അപ്പൊ എന്താണ്? FeCl3യും H2ഉം ഉണ്ടാകുന്നു. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? ഡി സബ്ഷെല്ലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ്? SPDF എങ്ങനെയാണ് വരുന്നത്? 2, 6, 10, 14. ഇതാണ് ഓർഡർ. പഠിച്ചു വെക്കണേ. 2, 6, 10, 14. എങ്കിൽ KLMN അതാണ് ഷെല്ല്. ഇത് സബ് ഷെല്ലല്ലേ. KLMN ആണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്? 2, 8, 18, 32. ഇതാണ് ഓർഡർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാണ്? ഡി സബ് ഷെല്ലാ ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി 10 ആണ്. ഡാഷ് ഉൽപാദനത്തിലുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയം ഡയോക്സൈഡിന്റെ ഒരു ഉൽപാദനത്തിന് എടുക്കുന്നതാണ്. അപ്പൊ എന്താണ്? TiO2 ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. പറഞ്ഞിരിക്കുന്നത് അക്വേറിയത്തിന്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമമാണ്? അക്വേറിയത്തിന്റെ ആ വായുകുമിള അത് ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? അത് ബോയിൽ നിയമമാണ്. ബോയിൽ നിയമം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. പ്രഷർ കുറയുന്ന അനുസരിച്ച് വോളിയം കൂടി വരും. മുകളിലേക്ക് വരുന്നതും പ്രഷർ കുറയും. അവിടെ എന്ത് സംഭവിക്കും? വോളിയം വ്യാപ്തം എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട്. അല്ലെങ്കിൽ P1 V1 ഈക്വൽ ടു P2 V2 ഇതൊക്കെ ഏത് ഇക്വേഷൻ ഏതിൻ്റെയാണെന്നൊക്കെ ആയിരിക്കും കേട്ടോ ചോദിക്കുന്നത്. അപ്പൊ അറിഞ്ഞിരിക്കണേ. ചാൾസ് നിയമം എന്താണ് പറയുന്നത്? ചാൾസ് നിയമമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കുന്ന ഇതായിരിക്കും എപ്പോഴും. ബലൂണ് നല്ല ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്തിട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന എന്തുകൊണ്ടായിരിക്കാം? അത് ചാൾസ് നിയമമാണ്. റീസൺ എന്താണ്? വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ കൂടുന്ന അനുസരിച്ച് അവിടെ എന്ത് കൂടുന്നുണ്ട്? വ്യാപ്തം കൂടുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇവിടെ എന്താണ്? പ്രഷറാണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരേണ്ടത്. ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരേണ്ടത്. ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൻ എന്നിവർക്ക് ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? 2024 നോബൽ? അത് നിർമ്മിത ന്യൂറൽ ശൃംഖല അടിസ്ഥാനമാക്കിയുള്ള മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ്. ഒരാട്ടത്തിലെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണമാണ് മാസ് സംഖ്യ എന്ന് പറയുന്നത്. ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മുടെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണത്തെയാണ് നമ്മൾ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരാട്ടത്തിലെ ന്യൂക്ലിയോണുകളുടെ ആകെ എണ്ണം എന്ന് ചോദിച്ചാൽ അതെന്താണ്? അതാണ് മാസ് നമ്പർ. അതായത് നമുക്കിപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആറ്റം എങ്കിൽ ഉണ്ടോ, ഈ A എന്ന് പറയുന്ന എന്തിനെയാണ് കാണിക്കുന്നത്? അത് മാസ് നമ്പറും. Z എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക് നമ്പറുമാണ്. ഇങ്ങനെയായിരിക്കും അത് റെപ്രസെന്റ് ചെയ്യുന്നത്. താഴെ എഴുതുന്ന ആറ്റോമിക് നമ്പറും മുകളിൽ എഴുതുന്നത് എന്തായിരിക്കും? മാസ് നമ്പർ ആയിരിക്കും. പ്രോട്ടോണിന്റെ എണ്ണവും അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണത്തെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെ എണ്ണം ഇലക്ട്രോണിന്റെ എണ്ണവും തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ എണ്ണം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാസ് നമ്പർ കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിൽ തന്നെ വന്ന അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ നോക്കിക്കേ, സെയിം പാറ്റേൺ സെയിം സെക്ഷൻ തന്നെയാണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ഈ ഒരു മാർക്കും കൂടി ഈസി ആയിട്ട് കിട്ടും. C614 ഇതാണ് തന്നിരിക്കുന്നത്. ഇവിടെ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ എന്നിവയുടെ എണ്ണം യഥാക്രമം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാവുന്നത്
ഞാൻ നേരത്തെ പറഞ്ഞു മുകളിൽ എഴുതുന്ന എന്താണ്, ഇതിനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണമാണ്. ഈ താഴെ എഴുതുന്ന എന്താണ്, ആറ്റോമിക നമ്പർ അഥവാ ഇസഡ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോട്ടോണിന്റെ എണ്ണം, ഇലക്ട്രോണിന്റെ എണ്ണമാണ് ഈ പറയുന്ന ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്, താഴെ എഴുതിയിരിക്കുന്നത് ആയിരിക്കും പ്രോട്ടോൺ, അത് എത്രയാണ്, 6. ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്, അതും 6ആണ്. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇനി നടുക്കുള്ള ന്യൂട്രോൺ അല്ലെ. ന്യൂട്രോൺ കണ്ടുപിടിക്കാനായിട്ട് ഇത് തമ്മിൽ കുറച്ചാൽ മതി. അതായത് ഇപ്പൊ എന്താണ് തന്നിരിക്കുന്നത് എന്നാലും താഴെ തന്നിരിക്കുന്നതായിരിക്കും പ്രോട്ടോണും ന്യൂട്രോണും, അല്ല സോറി, പ്രോട്ടോണും ഇലക്ട്രോണും. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ അങ്ങ് കുറച്ചെഴുതിയാൽ മതി. 14ൽ നിന്ന് 6 കുറക്കുമ്പോൾ എത്ര കിട്ടും, നമുക്ക് 8 കിട്ടും. അപ്പോൾ എന്താണ്, ഇതാണ്, ഇത് 8ആണ്. 6, 8, 6 ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ ഇവിടെ 6, 6, 8 എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്, 6, 8, 6 പ്രോട്ടോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ പറഞ്ഞിരിക്കുന്നത്, അലൂമിനിയത്തിന്റെ മുഖ്യ അയിര്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അലൂമിനിയത്തിന്റെ അയിര് ചോദിക്കുന്നത് ഏതാണ്, അത് ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത്. കണ്ടോ അവർ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ആൻസർ, ഇതൊക്കെ ഓൺലൈൻ നടത്തിയ എക്സാംസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആൻസർ കീയും ഉൾപ്പെടെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് എത്തനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്? എത്തനോയിക് ആസിഡ് എന്തിലാണ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് എന്ത്, എത്തനോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്? ഓക്സിജൻ കണ്ടുപിടിച്ചത് ആരാണ്, അത് ജോസഫ് പ്രീസ്ലി. ജോസഫ് പ്രീസ്ലി ആണ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്. ഒരു ഇലക്ട്രോണിന്റെ അതായത് അർദ്ധ സെല്ലിന്റെ പൊട്ടൻഷ്യൽ മൂല്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന പ്രമാണ ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഏതൊരു താപനിലയിലും 0 വോൾട്ട് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നു കേട്ടോ. 0 വോൾട്ട് പഠിച്ചു വെച്ചോളണേ. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമുള്ള കാർബണിക സംയുക്തത്തിന് ഉദാഹരണമാണ് C2H4. അതായത് അതെങ്ങനെയാണ് വരേണ്ടതെന്ന് നിങ്ങൾക്ക് നമുക്ക് ആ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നതിൽ. അപ്പൊ C2H6 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇതാണ് സംഭവം. കാര്യം കാർബണിന് 4 എണ്ണമായിട്ടാണ് ബോണ്ട് വേണ്ടത്. അപ്പൊ എന്താണ്, ഓൾറെഡി 3 എണ്ണമായിട്ട് ഇവിടെ ഹൈഡ്രജനായിട്ട് ബോണ്ട് വന്നു. ഇവിടെ എത്രയാണ്, 3. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വന്നു, 4 എണ്ണം വന്നു. ഇതാണ് നമ്മുടെ C2H6 എന്ന് പറയുന്നത്. ഇനി C2H2 അവിടെ എന്താണ്, 2 ഹൈഡ്രജനേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുത്തു, അടുത്ത കാർബണിനും ഒരു ഹൈഡ്രജൻ കൊടുത്തു, ഇവിടെ ഒരു ബോണ്ടായി. മൊത്തം എത്ര വേണം കാർബണിന്, 4 ബോണ്ടാണ് വേണ്ടത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് ത്രിബന്ധനം വേണം. അപ്പൊ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനമാണെങ്കിൽ C2H2 വന്നേനെ. ഇനി C2H4 ആണെങ്കിൽ നോക്കിക്കേ, 2 കാർബൺ ആറ്റം, ഇവിടെ എന്തുണ്ട്, 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. ഓക്കെ, മൊത്തം 4ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തു. ഇനി എന്താണ് ഇവിടെ വേണ്ടത്, കാർബണിന് 4 ആണ് ബോണ്ട് വേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ബാക്കി 2 ബോണ്ട് കാർബണും തമ്മിൽ വേണം. അപ്പൊ എന്താണ് ചോദിച്ചിരിക്കുന്നത്, കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനം വരുമ്പോൾ അത് ഏതാണ്, നമ്മുടെ C2H4 ആണ്. അങ്ങനെയാണ് ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു സ്ഥിര താപനിലയിൽ ഒരു വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലേയത്വം വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേരനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ഹെൻറി നിയമം. പഠിച്ചു വെച്ചോ, പുതിയതായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ അതായത് ഈ ഹെൻറി നിയമവും റൗൾ നിയമവും രണ്ടും എന്താണ്, ഈ ലേയത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചാൾസ് നിയമം, ബോയിൽ നിയമം നമുക്കറിയാം. നമുക്ക് ഇത് രണ്ടിൽ ഏതെന്നായിരിക്കും ഡൗട്ട്. അപ്പൊ പഠിച്ചു വെച്ചോളാം. സ്ഥിര താപനിലയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും വാതകത്തിന് ഒരു ലായകത്തിലുള്ള ലേയത്വം എന്ന് പറയുന്നത് വാതകത്തിന്റെ ഭാഗിക മർദ്ദത്തിന് നേരനുപാതത്തിലായിരിക്കും. പഠിച്ചു വെച്ചോളാം, ഹെൻറി നിയമമാണ്. ഇനി റൗൾ നിയമം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന ലായനിയിലെ ലായകത്തിന്റെ ഭാഗികമായ മർദ്ദമാണ് പറയുന്നത് കേട്ടോ. ഭാഗികമായ മർദ്ദം എന്ന് പറയുന്നത് അതിന്റെ മോൾ ഭിന്നത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നാ പറയുന്നത്. ഭാഗികമായ മർദ്ദം പി പ്രഷർ ആണ് പറയുന്നത്. എന്തിന് നേരനുപാതത്തിലായിരിക്കും എന്നാ പറയുന്നത്, ലായകത്തിന്റെ മോൾ ഭിന്നത്തിന് അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് എന്ത്, റൗൾ നിയമം. അത് രണ്ടും എന്താണ്, ഈ പറയുന്ന ലേയത്വം, ലായകം അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഹെൻറി നിയമവും റൗൾ നിയമവും. താഴെ തന്നിരിക്കുന്ന ഘടകങ്ങളിൽ ഏതാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ നിരക്കിനെ സ്വാധീനിക്കാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അഭികാരകങ്ങളുടെ ഗാഢത രാസപ്രവർത്തന വേഗതയെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. താപനില, ഉൾപ്രേരകം, ഇതെല്ലാം എന്താണ്, രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അല്ലാത്തത് ചോദിക്കുമ്പോൾ ഓപ്ഷൻ ഡി നിറമാണ്. വിച്ച് among the following is a major air pollutant?
ഏതാണ് പ്രധാന വായു മലിനീകരണ ഘടകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജൻ സൾഫൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കാർബൺ മോണോക്സൈഡ് ആണ്. ഇത് തന്നിരിക്കുന്നത് റേഡിയോ വേവ്, വിസിബിൾ റേ, അതേപോലെ മൈക്രോവേവ്, റേഡിയോ വേവ്, വിസിബിൾ റേ, UV റേ, എക്സ്റേ, ഗാമ റേ, എക്സ്റേ, ഇൻഫ്രാറെഡ് റേ. ഇത് 7 തന്നിട്ട് അതിനെ എന്താണ് കറക്റ്റ് ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് കണ്ടോ, ഇവിടെയാണ് എന്ത് ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച് എന്താണ്, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഫ്രീക്വൻസി കൂടി വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എന്താണ് വേവ് ലെങ്ത്. അപ്പൊ വേവ് ലെങ്ത്തിന്റെ അപ്പൊ ഏതെങ്കിലും ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പൊ ഫ്രീക്വൻസി ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വേവ് ലെങ്ത്തിന്റെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫ്രീക്വൻസി അല്ലേ ചോദിച്ചിരിക്കുന്നത്, എനർജി അല്ലെ, ഓർഡർ ഓഫ് എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത്, ഇവിടെ ഏറ്റവും ഏത് ക്രമമാണ്, ആരോഹണ ക്രമമാണ് അല്ലെ. ആരോഹണം എന്ന് പറയുമ്പോൾ എന്താണ്, ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ചെറുത് ഏതാണ്, റേഡിയോ വേവിനായിരിക്കും ഏറ്റവും ചെറുത് അല്ലെ. അപ്പൊ റേഡിയോ വേവ് ആണ് ആദ്യം വരേണ്ടത്. അതിനുശേഷം എന്ത് വരണം, റേഡിയോ വേവ്, മൈക്രോവേവ്. അപ്പൊ നമുക്ക് നോക്കാം, റേഡിയോ വേവ് എന്ന് പറയുന്നത് ഇവിടുത്തെ നമ്പർ എത്രയാണ്, റേഡിയോ തരംഗങ്ങൾ 2 ആണ്, റേഡിയോ വേവ്, മൈക്രോവേവ് 1 ആണ്. പിന്നെ എന്താണ് വരേണ്ടത്, മൈക്രോവേവ് കഴിഞ്ഞാൽ വരേണ്ടത് ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡ് IR എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, ഇൻഫ്രാറെഡ്. അപ്പൊ എന്താണ്, റേഡിയോ വേവ്, മൈക്രോവേവ്, ഇൻഫ്രാറെഡ് കഴിഞ്ഞാൽ വരേണ്ടത് വിസിബിൾ സ്പെക്ട്രം, ദൃശ്യപ്രകാശമാണ്. ഇവിടെ ദൃശ്യതരംഗങ്ങൾ വരുന്നത് ഏതാണ്, 3-ലാണ് അല്ലെ, ദൃശ്യതരംഗങ്ങൾ. പിന്നെ ഏതാണ് വരേണ്ടത്, പിന്നെ UV, എക്സ്റേ, ഗാമ റേ. അതാണ് ആ ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത് UV ആണ് വരേണ്ടത്, പിന്നെ വരേണ്ടത് എക്സ്റേ ആണ്, പിന്നെ വരേണ്ടത് ഗാമ റേ ആണ്. ഇതാണ് അതിന്റെ ഓർഡർ. 2, 1, 7, 3, 4, 6, 5 എന്നുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നന്നായിട്ട് പഠിച്ചു വെക്കണം. എങ്ങനെയാണ് വേവ് ലെങ്ത് കൂടുന്നതനുസരിച്ചാണെങ്കിൽ എങ്ങനെയാണ് ഗാമ റേ, എക്സ്റേ, UV റേ, വിസിബിൾ റേ, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. അതിന്റെ ഏതെങ്കിലും ഒരു ഓർഡർ കറക്റ്റ് ആക്കി പഠിച്ചു വെക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. അടിസ്ഥാന SI ഏകകങ്ങളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡ് ആണ്. സെക്കൻഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഏറ്റവും കൂടുതലുള്ളത്? അതെവിടെയാണ്? ഓപ്ഷൻ എ ഡൽഹിയിലാണ്. കാര്യം എന്താണ്, ഇതാണ് നമ്മുടെ ഭൂമിയുടെ, ഇതാണ് നമ്മുടെ ഗ്ലോബ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ എന്താണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ഇന്ത്യ വരുന്നത്. നമുക്കറിയാം ഇവിടെ നമ്മുടെ പോൾ ഉണ്ട് അല്ലെ. ഈ പോളിൽ എന്താണ് സംഭവിക്കുന്നത്, ഭൂഗുരുത്വ ത്വരണം എന്താണ് കൂടുതലായിരിക്കും. ഈ അങ്ങോട്ടേക്ക് പോകും തോറും ഈ പറയുന്ന ഇക്വേറ്റർ ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ ഗുരുത്വാകർഷണം അതായത് ജിയുടെ വാല്യൂ കൂടി വരുന്നുണ്ട്. അപ്പൊ ഇന്ത്യ നിൽക്കുന്നത് ഏകദേശം ഇങ്ങനെയാണ് അല്ലെ. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, അത് പോളിനോട് അടുത്ത് നിൽക്കുന്നത് എവിടെയായിരിക്കും, ഡൽഹി ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആൻസർ അങ്ങനെ വരുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് വാതകമാണ് ഉയർന്ന മർദ്ദത്തിലും 40°C താപനിലയിലും ദ്രവീകരിക്കാൻ പറ്റുന്നത്? അത് അമോണിയയാണ്. ഈ അമോണിയയെ പറ്റി പഠിച്ചു വെക്കുക. ഇപ്പൊ ഒരു 2-3 ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഈ അടുത്ത് ചോദിച്ച മിക്ക പേപ്പറിലും നമുക്ക് അമോണിയയെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. ഏത് ലോഹത്തിന്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പെറോളുസൈറ്റ്? പെറോളുസൈറ്റ് എന്ന് പറയുന്നത് മാംഗനീസിന്റെ അയിരിന്റെ പേരാണ് പെറോളുസൈറ്റ് എന്നൊക്കെ പറയുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം, ഭൂമിയുടെ ഉയരം, ഇപ്പൊ ഭൂമി ഇതാണെങ്കിൽ ഭൂമിയുടെ ഉപരിതലമാണെങ്കിൽ മുകളിലോട്ട് പോകും തോറും ഗുരുത്വാകർഷണം എന്ത് സംഭവിക്കുന്നു, കുറയുന്നു. ഇങ്ങോട്ടേക്ക് പോകും തോറും എന്ത് സംഭവിക്കുന്നു, ഗുരുത്വാകർഷണം കുറയുന്നു. അപ്പൊ എന്താണ് ഇവിടെ വരേണ്ടത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മുകളിലേക്ക് പോകും തോറും ഗുരുത്വാകർഷണ ബലം ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്കും പുറത്തേക്കും പോകുമ്പോൾ ഗുരുത്വാകർഷണം കുറയും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്ര? ഫോക്കസ് ദൂരം എന്താണ് ഇക്വേഷൻ? F = R/2 ആണ്. ഇവിടെ F എന്ന് പറയുന്നത്
ആർ എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ഓഫ് കർവേച്ചർ 15 15/2 7.5. ഈ 7.5 എന്ന് കാണുമ്പോൾ നേരെ പോയി 7.5 മീറ്റർ മാർക്ക് ചെയ്യരുത്. കാര്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ദൂരം തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന 7.5നെ സെന്റിമീറ്ററിലോട്ട് മാറ്റണം. ഓക്കെ, തന്നിരിക്കുന്നത് സെന്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഇതെന്താണ്? ഇപ്പൊ തന്നിരിക്കുന്നത് സെന്റിമീറ്ററിലാണ്, നമുക്ക് ഇതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ആൻസർ എങ്ങനെ വരും? 0.075 മീറ്റർ ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് ഏറ്റവും കൂടുതൽ പേര് ഈ ഡിയിലേക്ക് പോയി തെറ്റിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണത്. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോടെ ബന്ധമില്ലാത്തതാണ്. പഠിച്ചു വെച്ചേക്കാം മാലൂസ് നിയമം. അപ്പോൾ ഹുക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടന്റെ മൂന്നാം ചലനം, ഇതെല്ലാം എന്താണ്? എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിന്റെ ഗിയർ പ്രവർത്തനത്തോട് ബന്ധമുള്ളതാണ്. താഴെ പറയുന്നതിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്? സ്പാഡക്സ് ആണ്. സ്പാഡക്സ്. പദാർത്ഥ കണികളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ചതാണ് ഡി ബ്രോഗ്ലി. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ളത്? തരംഗദൈർഘ്യം ഏറ്റവും കുറവ് എന്തിനാണ്? ഇങ്ങനെയാണ്, വിബ്ജിയോർ അല്ലെ. ഇങ്ങനെയാണ്, തരംഗദൈർഘ്യം കൂടുന്നതനുസരിച്ച് ഇങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? നീലയാണ്. അപ്പൊ നീലയ്ക്കാണ് ഏറ്റവും. തന്നിരിക്കുന്നതിൽ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആരാണ്? ബ്ലൂ അല്ലേ. അതിനുശേഷമാണ് ഗ്രീൻ വരുന്നത്, അതിനുശേഷമാണ് യെല്ലോ വരുന്നത്, ഏറ്റവും അവസാനമാണ് റെഡ് വരുന്നത്. അപ്പൊ തരംഗദൈർഘ്യം കൂടിയതാണ് ചോദിച്ചിരുന്നെങ്കിൽ ചുവപ്പ് വന്നതിനെ, കുറഞ്ഞതായത് കൊണ്ട് നീലയാണ്. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ പറയുന്ന പേരാണെന്ത്? മിഥ്യാപ്രതിബിംബം. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാൻസി ഗ്രേസ് റോമൻ നാസയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യമാണ് ചൈന. മർദ്ദം സ്ഥിരമായിരുന്നാൽ, പ്രഷർ കോൺസ്റ്റന്റ്, താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? എന്താണ് നമ്മൾ ചാൾസ് ലോ വെച്ച് പറയുന്നത്? എന്താണ്? പ്രഷർ കോൺസ്റ്റന്റ് ആകുമ്പോൾ വോളിയവും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? വ്യാപ്തം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം? രാസമാറ്റം, ഐസ് ഉരുകുന്നു. ഐസ് ഉരുകിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഉരുകിയ ഐസിനെ വീണ്ടും എന്താണ്? നമുക്ക് തിരിച്ച് ഐസാക്കാൻ പറ്റും. അതൊരു ഭൗതിക മാറ്റമാണ്. പഞ്ചസാര ജലത്തിൽ ലയിക്കുന്നു. അതിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യുന്നു? നമുക്ക് അത് വീണ്ടും ഇപ്പൊ നമ്മൾ ഉപ്പ് നമ്മൾ കുറുക്കി വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കടൽ വെള്ളം വറ്റിച്ച് ഉപ്പ് ഉണ്ടാക്കുന്നില്ലേ? സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് തിരിച്ചിവിടെ ആക്കാൻ പറ്റും. ഇരുമ്പ് തുരുമ്പിക്കുന്നു, അതൊരു രാസമാറ്റമാണ്. ജലം തിളച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ജലം തിളച്ച് വരുമ്പോൾ നീരാവിയായിട്ട് വരും. നമുക്ക് അതിന്റെ മേളിൽ എന്താണ്? ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ നീരാവി തട്ടി എന്താണ്? വീണ്ടും അതിനെ ജലമാകുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നു. ഇതാണ് എന്താ? ഒരു രാസമാറ്റമായിട്ട് വരുന്നത്. ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ്? ആസിഡ് സ്വഭാവം. ആസിഡ് സ്വഭാവം നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? 7 എന്ന് പറഞ്ഞാൽ അത് ന്യൂട്രൽ ആയിരിക്കും. 7ൽ കുറവാണെങ്കിൽ അത് അസിഡിക് നേച്ചറും 7ൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലി നേച്ചറുമാണ്. അപ്പൊ ഇവിടെ ഏതായിരിക്കും? 0 മുതൽ 7 വരെയാണ് അസിഡിക് നേച്ചർ വരേണ്ടത്. 3 ദൗത്യങ്ങളായി സുനിത വില്യംസ് ബഹിരാകാശ ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡേറ്റ് ഒന്ന് ദിവസങ്ങൾ പഠിച്ചു വെക്കണം. എന്നാൽ 675 ദിവസം ആരാണ്? പെഗ്ഗി വിറ്റ്സൺ. 675 ദിവസം പെഗ്ഗി വിറ്റ്സൺ. സുനിത വില്യംസ് എത്ര ദിവസമാണെന്ന് കയറി ചോദിക്കാം. എത്രയാണ്? 608 ആണ്. ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1. ഓക്കെ, മൈക്രോവേവിന്റെ ആവൃത്തി F2. പിന്നെന്താണ്? എക്സ്റേ വികിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് F3. ഓക്കെ, അതെങ്ങനെയാണ് വരേണ്ടത്? നമുക്കറിയാം ഇവിടെ വരുന്നത് റേഡിയോ വേവ് ആണ്, പിന്നെയാണ് വരുന്നത് മൈക്രോവേവ് വരുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് വിസിബിൾ വരുന്നുണ്ട്, പിന്നെയാണ് എക്സ്റേ ഗാമ റേ ഒക്കെ വരുന്നത്. അപ്പൊ ഏറ്റവും ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി അനുസരിച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഏറ്റവും കൂടുതൽ ആവൃത്തി ഏതിനാണ്? അല്ലെ, ഏതിനാണ്? നമ്മുടെ എക്സ്റേക്കാണ്. അതിലും കുറവാണ് എന്താ? ഈ പറയുന്ന രണ്ടാമത്തേതാണ് ദൃശ്യപ്രകാശമാണ് ഇവിടെ അല്ലെ. ദൃശ്യപ്രകാശം വിസിബിൾ റേ ആണ് ഇവിടെ വരുന്നത്. ഇത് മൂന്നുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ F1 നടുക്ക് വന്നം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ? F3, F1, F2 എന്നുള്ളതാണ്. ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ് എങ്കിൽ അതിന്റെ പരമാവധി ഉയരം കണക്കാക്കുക. ജസ്റ്റ് ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് പ്രൊജക്ടൈൽ മോഷന്റെ ഉയരം കണക്കാക്കാനായിട്ട്.
അപ്പൊ നോക്കിക്കേ, അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രൊജക്ടൈലിന്റെ ഉയരം കണക്കാക്കാനാണ് അല്ലെ. അപ്പൊ ടൈം തന്നിട്ടുണ്ട് 2 സെക്കൻഡ് ആണ്. പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ. ഇതാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വരുന്നതാണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. 2 സെക്കൻഡ് സമയം എടുത്തുവെങ്കിൽ ഈ മുകളിൽ വരെ വരാനായിട്ട് ഇതിന് 1 സെക്കൻഡ് സമയമായിരിക്കും ഈ ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്താനായിട്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഈ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ എത്തുമ്പോഴേക്കും നമുക്കറിയാം അതിന്റെ വെലോസിറ്റി v എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ടൈം ഇവിടെ തന്നിട്ടുണ്ട് 1 സെക്കൻഡ് ആണെങ്കിൽ h എന്ന് പറയുന്നത് എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് GT² ആണ്. ഹാഫ് GT². ഇവിടെ എത്രയാണ്? ഹാഫ് ഇൻറ്റു ജി എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. ടൈം എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. അപ്പൊ ആൻസർ എത്ര വരും? 5 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത് കേട്ടോ. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തെ സംബന്ധിച്ച് ശരിയായവ കണ്ടെത്തുക. ഭൗമ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ മുകളിലേക്ക് പോകുന്തോറും കുറയും, ഉള്ളിലോട്ട് പോകുന്തോറും കുറയും. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. ആഴത്തിലേക്ക് പോകുന്തോറും ജിയുടെ മൂല്യം കൂടി വരുന്നു. കണ്ടോ, ഇവിടെ തെറ്റാണ്, 2 തെറ്റാണ്. അപ്പൊ 3 പ്രസ്താവനകൾ ശരി എന്നുള്ളതല്ല, 1ഉം 2ഉമല്ല, 2ഉം 3ഉമല്ല. ആൻസർ ഏതാണ്? 1ഉം 3ഉമാണ്. ധ്രുവപ്രദേശങ്ങളിലാണ് ജിക്ക് ഏറ്റവും ഉയർന്ന മൂല്യം. ധ്രുവപ്രദേശങ്ങൾ 9.8 സംതിങ് വരും, 83 അങ്ങനെ എന്തോ വരും കേട്ടോ. അപ്പൊ ഇവിടെ എത്രയാണ്? അപ്പൊ 1ഉം 3ഉം പ്രസ്താവനയാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ബഹിരാകാശ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. പഠിച്ചു വെക്കണം, എത്രാമത്തെ രാജ്യമാണ്? 4ാമത്തെ രാജ്യം. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? SDX-01ഉം SDX-02ഉം ആണ്. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിന്നും ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്താനാണ് പറയുന്നത്. ഈ ട്രാൻസ് യുറേനിയം എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം 92, അതായത് ആറ്റോമിക് നമ്പർ 92ൽ കൂടുതൽ വരുന്നുള്ള മൂലകങ്ങളെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ട്രാൻസ് യുറേനിയം എന്ന് പറയുന്നത്. അതിൽ F ബ്ലോക്കിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ വരും? അപ്പൊ F ബ്ലോക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ ടൈറ്റാനിയം അല്ല, ഓസ്മിയം അല്ല, തോറിയം അല്ലെങ്കിൽ ഫെർമിയം ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. ഈ തോറിയം എന്ന് പറയുന്നത് എത്രയാണ്? ആറ്റോമിക് നമ്പർ 90, ഫെർമിയത്തിൻ്റെത് 100ആണ്. അപ്പൊ 92ന് മുകളിലോട്ടായിരിക്കണം എന്താവണമെങ്കിൽ? ട്രാൻസ് യുറേനിയം മൂലകമാകണമെങ്കിൽ. അപ്പൊ അതേതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, ഫെർമിയമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ അമോണിയ എന്ന സംയുക്തത്തെ കുറിച്ച് ശരിയായവ കണ്ടെത്താനാണ് പറയുന്നത്. അമോണിയ തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്. ഇതാണ് അമോണിയയുടെ ആകൃതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അമോണിയ വരുന്നത് കേട്ടോ. നൈട്രജൻ 1ഉം 3 ഹൈഡ്രജനുമാണ്. NH3 അല്ലേ പറയുന്നത്. അപ്പൊ ഇത് ശരിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ്. ശരിയാണ്, രൂക്ഷഗന്ധമായിരിക്കും അമോണിയയ്ക്ക്. അമോണിയ വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് സമ്പർക്ക പ്രക്രിയയല്ല, അതറിയപ്പെടുന്ന പേരെന്താണ്? ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയയാണ്. അപ്പൊ ഇവിടെ ആൻസർ ഏതാണ്? നമുക്ക് വേണ്ടത് ശരിയായവയാണ്. 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? ബോയിൽ നിയമം, ചാൾസ് നിയമം, ഗേ-ലുസാക്സ് നിയമം, അവോഗാഡ്രോ നിയമം. ബോയിൽ നിയമം നമുക്കറിയാം പ്രഷറും എന്താണ്? വോളിയവും തമ്മിലാണ്. ചാൾസ് നിയമം വോളിയവും ടെമ്പറേച്ചറും തമ്മിലാണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താണ്? അവോഗാഡ്രോ നിയമം എന്താണ്? ഇവിടെ നമുക്ക് പറയുന്നത് പ്രഷറും ടെമ്പറേച്ചറും തമ്മിൽ വരുന്നത്, ഇവിടെ അവോഗാഡ്രോ നിയമം എന്ന് പറഞ്ഞാൽ വോളിയവും നമ്പറും തമ്മിലാണ്. ഇവിടെ തന്നിരിക്കുന്നത് പ്രഷറും ടെമ്പറേച്ചറുമാണ്. അത് ഗേ-ലുസാക്സ് ആണ് കേട്ടോ, ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ ചാൾസ് നിയമം, ബോയിൽ നിയമം, അവോഗാഡ്രോ നിയമം എപ്പോഴും പഠിക്കുന്നതാണ്. ആ ഒരു ലോജിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഇത് നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം അഥവാ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക. എല്ലാ വർഷവും ഓഗസ്റ്റ് 23 ആചരിച്ചു വരുന്നു. ശരിയാണ്. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ് ദേശീയ ബഹിരാകാശ ദിനം 2025 പ്രതിപാദ്യം. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ശരിയാണെന്ന്. കാര്യം ഇത് 2025 ആയിരുന്നില്ല, 2024 പ്രതിപാദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ, അപ്പൊ എല്ലാ വാക്യങ്ങളും ശരി എന്നുള്ളതല്ല, 2 തെറ്റാണ്. അപ്പൊ 2 വെട്ടിക്കോ. 1 ശരിയാണ്, അപ്പൊ ഇതുമല്ല. അപ്പൊ ആൻസർ ഇതാണ്, ഓപ്ഷൻ ബി. ഇത് ചന്ദ്രയാൻ ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയതിന്റെ സ്മരണക്കായി ഏർപ്പെടുത്തിയാണ്. ശരിയാണ്. ഇത് ചൊവ്വ ഭ്രമണ പഥ ദൗത്യത്തിന്റെ വിജയസൂചകമാണ്. ആണോ? അല്ല, ചന്ദ്രയാന്റേതാണ്. ഇത് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെ കുറിച്ച് പൗരന്മാർക്കിടയിൽ വർദ്ധിച്ച ആവേശവും അവബോധവും സൃഷ്ടിക്കുന്നതാണ്. ഓക്കെ,
ഇപ്പൊ നോക്കിക്കേ, 2024 ദേശീയ ബഹിരാകാശത്തെ കുറിച്ച് 2023 ഓഗസ്റ്റ് 23 ചന്ദ്രനിൽ കാലുകുത്തുന്ന 4ാമത്തെ രാജ്യമായും ദക്ഷിണ ധ്രുവ മേഖലയിൽ എത്തുന്ന ആദ്യ രാജ്യമായും ഇന്ത്യ മാറി. ഈ നാഴികക്കല്ലായ നേട്ടത്തെ ആദരിക്കുന്നതിനായിട്ടാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കുന്നത്. ചന്ദ്രനെ സ്പർശിക്കുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കൽ, ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്ന പ്രമേയത്തോടെ 2024 ഓഗസ്റ്റ് 23 ഇന്ത്യ അതിന്റെ കന്നി ദേശീയ ബഹിരാകാശ ദിനം ആഘോഷിക്കുന്നു. ഇത് ISROയുടെ പേജിൽ നിന്നുള്ളതാണ്. പ്രപഞ്ചത്തിലെ ഓരോ കണികയും മറ്റെല്ലാ കണികകളെയും F=gm1m2/r² എന്ന ശക്തിയോടെ ആകർഷിക്കുന്നു എന്ന ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം പ്രതിപാദിക്കുന്നു. ഇത് G and R എന്നിവ യഥാക്രമം നമ്മുടെ ഗുരുത്വാകർഷണം എന്ന ടോപ്പിക്കൊക്കെ വെച്ചിട്ട് ഫിസിക്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ശരിക്കും ഡിഗ്രി പ്രിലിംസിനൊക്കെ ശരിക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അത് എന്ന് പറയുന്നത് ഈ ചോദിച്ചിരിക്കുന്നത് ഈ ജിയും ആറും എന്താന്ന്. ജി എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരാങ്കമാണെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇവിടെ ഏത് വരും? സ്ഥിരാങ്കം. ജി സ്ഥിരാങ്കം എന്ന് പറയുന്നത് അപ്പൊ ഇതല്ല, ത്വരണമല്ല. ഓക്കെ, ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഒന്നുകിൽ എ അല്ലെങ്കിൽ സി. ഈ ആറെന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള ഫോഴ്സാ പറയുന്നത്. ഇത് തമ്മിലുള്ള അകലത്തെയാണ് നമ്മൾ ആറ് പറയുന്നത്. കണികകൾ തമ്മിലല്ല പറയുന്നത്, രണ്ട് പിണ്ഡകേന്ദ്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. IUPAC രസതന്ത്രത്തിലെ മികച്ച 10 സാങ്കേതിക വിദ്യകൾ 2024 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കിയ ശരിയായ ഗ്രൂപ്പിങ്ങുകൾ. ഇതിലൊന്ന് പഠിച്ചു വെക്കണേ നിങ്ങൾ. കാര്യം അടുത്ത ഡിഗ്രി പ്രിലിംസിന് ഉപയോഗപ്പെടും ഇത്. ഇതൊന്നുമല്ല, ആക്റ്റീവ് അഡ്സോർപ്ഷൻ, അപ്റ്റാർമേസ്, എക്സീൻസ്, ട്രൈബോ ഇലക്ട്രിക് നാനോ ജനറേറ്റേഴ്സ്. അപ്പൊ നമുക്ക് ആ 10 എണ്ണം എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ 10 എണ്ണം വന്ന 1 2 3 4 5 6 7 8 9 10. ഈ 10 എണ്ണത്തിന്റെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇത് ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ഇതിന്റെ ഒരു ഫോട്ടോ ഇട്ടിരിക്കാം കേട്ടോ. ഇത് ഞാൻ വായിക്കുന്നില്ല, ഞാനിത് കുറെ തവണ വായിച്ച് ക്ലാസ് എടുത്ത് കട്ട് ചെയ്ത് കാര്യം ഞാൻ വായിച്ചു വരുമ്പോൾ ഓരോന്നും വളരെ വൃത്തികേടായിട്ട് തെറ്റിപ്പോകുന്നു. അപ്പൊ അതുകൊണ്ട് ഇതാണ് നമ്മുടെ 10 എണ്ണം. ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ എന്ത് ചെയ്യുക, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നില്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. 2016 ആധുനിക ആവർത്തന പട്ടികയിൽ 4 പുതിയ മൂലകങ്ങൾ ചേർക്കപ്പെട്ടു. അങ്ങനെ ആവർത്തന പട്ടികയിലെ 7ാമത്തെ പീരീഡ് പൂർത്തിയായി. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ നിന്ന് പുതിയതായി ചേർന്ന മൂലകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഒറ്റ മൂലകം ഏത്? ലിവർമോറിയം ആണ്. ലിവർമോറിയം എന്ന് പറയുന്നത് ഏകദേശം 104 അങ്ങനെ എന്തോ ആണ് അതിന്റെ നമ്പർ വരുന്നത് കേട്ടോ. 104 അങ്ങനെ സംതിങ് എന്തോ ആണ്. അപ്പൊ ഇവിടെ ഒഗനസൺ ആണ് അവസാനമായിട്ട് കണ്ടുപിടിക്കുന്നത്. അതും ഒന്ന് പഠിച്ചു വെക്കണേ. ഒഗനസൺ അവസാനമായിട്ട് 118ാമത്തെ മൂലകമായിട്ട് വരുന്നതാണ് ഒഗനസൺ. ലിവർമോറിയം 103 ആണ് ലിവർമോറിയം വരുന്നത്. ഓക്കെ, അതേപോലെ ടെന്നിസൺ എന്ന് പറയുന്നത് 117 ആണ്. ഒഗനസൺ എന്ന് പറയുന്നത് 118 ആണ്. മോസ്കോവിയം എന്ന് പറയുന്നത് 115 ആണ്. ഓക്കെ, ഇത്രയുമാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മുടെ 2025 ചോദിച്ച സയൻസ്. അതിൽ 1-2 ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം അതെങ്ങനെയാണ്, അതിന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടും കിട്ടാത്ത 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. അടുത്ത ലാബ് അസിസ്റ്റന്റ് എക്സാമിനൊക്കെ നല്ല രീതിക്ക് സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കയറി വരും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ്. ഇനി നമുക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് കാണാം. താങ്ക് യു.